നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പിള്ളേരോണത്തിലേക്ക് സ്വാഗതം. എന്താണ് പിള്ളേരോണം എന്നല്ലേ? ഈ നമ്മുടെ ന്യൂസ് 18 ടീമിലേക്ക് ഒരു പറ്റം പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പിള്ളേർക്ക് ഞങ്ങൾ മുതിർന്നവരുടെ വൈബ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പരിപാടിയാണ് പിള്ളേരോണം. എല്ലാവർക്കും സ്വാഗതം. ഇവരാണ് ഞങ്ങളുടെ ഈ യൂത്തന്മാരെന്ന് അവകാശപ്പെടുന്ന തന്ത വൈബുള്ള പിള്ളേര് അല്ലേ? നിങ്ങൾക്ക് ആർക്കൊക്കെ എത്ര വൈബുണ്ട് ഞാൻ നോക്കട്ടെ. എന്റെ ശബ്ദത്തിന് എത്രയെങ്കിലും ആരെങ്കിലും വന്നോ? ആരുടെയെങ്കിലും? അത്യാവശ്യം പിടിച്ചു വരുന്നു. ഒരു കാരണവശാലും പിന്നെ നമ്മൾ താന്നുപോയി എന്ന് പറ്റരുത് എന്ന് ഞങ്ങളുടെ ഡെസ്കിലെ മുതിർന്നവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നതാണ്. സംസാരിക്കുന്നത് ബൈക്കിൽ സംസാരിക്കണം. അതുപോലെ തന്നെ നമ്മളും ചർച്ച ചെയ്തിട്ടുള്ള നമ്മൾ ഒരു തരത്തിലും താഴ്ന്നു പോയില്ല എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ യൂത്തന്മാര് പിള്ളേര് പറയണം കേട്ടോ, ഞങ്ങൾ മുതിർന്നവരല്ല, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ശരി, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണെന്ന് തോന്നി തുടങ്ങാൻ പോകുന്ന നമുക്ക് ഇവരൊക്കെ എങ്ങനെയൊക്കെ പരിചയപ്പെടുത്തണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരിപ്പോ 9 പേരുണ്ട്. ഈ 9 പേരും ഈ ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗമായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അവരുടെ ആദ്യത്തെ ഓണാഘോഷമാണ് ഇവിടെ ന്യൂസ് 18-നൊപ്പം. ഓക്കെ, നമുക്ക് അജയ് തന്നെ തുടങ്ങാം. അജയ്, സോറി, ഹരി. ഈ പിള്ളേരൊക്കെ പരിചയപ്പെട്ട് വരുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഹരി എങ്ങനെയുണ്ട്? ന്യൂസ് 18 ആദ്യത്തെ ഓണാണ്. ഹരി സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്, പിന്നെ പാട്ട് പാടുന്ന സ്വയം അവകാശപ്പെടുന്ന കേട്ടു, മിമിക്രി ചെയ്യുന്നു പറഞ്ഞ കേട്ടു. എങ്ങനെയുണ്ട് അവിടെ വന്നിട്ട് ഓണം? വന്നിട്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ. പക്ഷെ നമുക്കറിയാലോ, നമ്മുടെ സദ്യ മാത്രമേ എത്തവണ ഉള്ളൂ. നമ്മൾ കുറെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു അത്യാവശ്യം നല്ലൊരു ഓണത്തിന് പ്രത്യേകിച്ച് നമുക്കൊരു ഇമ്പോർട്ടൻസ് കൂടെ തരുന്ന രീതിയിൽ നമ്മൾ 9 പേരെ ഇതുപോലെ വിളിച്ചെടുത്ത് നമുക്കൊരു പ്രോഗ്രാം ഒക്കെ തരുമ്പോൾ നമുക്ക് പണിയായിരിക്കാം, പക്ഷെ നമുക്കൊരു സന്തോഷം, ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം. ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം. ശരി, ഇനി ഞാൻ അവിടെ നോക്കട്ടെ. ഇതിന്റെ വേറെ കാര്യം കൂടിയാണ് ഒരു പറയട്ടെ പ്രേക്ഷകർ. ഇത് ഈ ഇരിക്കുന്ന ടീംസ് എല്ലാം ഉണ്ടല്ലോ, ഇത് തെക്കൻ ടീംസ് ആണ്. അത് മലബാർ ഗ്യാങ്ങും തെക്കന്മാരും മലബാറി ഗ്യാങ്ങും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. മലബാറായി എണ്ണം കുറവായാലും ഞങ്ങൾ അതനുസരിച്ചുള്ള ശക്തിയുണ്ട്. അതാണ്, അത് കുറച്ച് ആളുകൾ മതി, നിങ്ങൾക്ക് കുറച്ച് ആളുകൾ മതി. ഒരു കാര്യം മനസ്സിലായല്ലോ, ഇത്രയും ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇവര് ഇപ്പൊ തന്നെ അടിയാണ് പരസ്പരം. ഐക്യമില്ലാത്ത യൂത്തന്മാർ ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇതില്ല. മലബാറി ടീം എവിടെ നിന്നാണ് വരുന്നത്? മലപ്പുറത്താണ് വീട്. മലപ്പുറം പെരിന്തൽമണ്ണ, പാണ്ടിക്കാട് എന്ന പ്രോപ്പർ സ്ഥലം പറയും. പിന്നെ ഇവിടെ ആദ്യത്തെ ന്യൂസ് 18 ഓണാണ്. പിന്നെ ഇത്രയും വർഷത്തിനിടയ്ക്ക് തിരുവോണത്തിന് വീട്ടിലില്ലാതിരിക്കുന്ന ആദ്യത്തെ ഓണാണ്. അപ്പൊ അതിന്റെ വിഷമം ഞാൻ രാവിലെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു ഓണം ഇവിടുന്ന് തന്നതിന് അതിലും വലിയൊരു സന്തോഷമുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൃഷ്ണേന്ദു ഒരുപക്ഷെ കുറച്ചുകൂടി മുന്നേ വന്നിരുന്നു. എങ്കിൽ പോലും ഈ യൂത്ത് ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വാർദ്ധക്യമുള്ള പിന്നെ യുവതിയാണ് കൃഷ്ണേന്ദു. പറയേ കൃഷ്ണേന്ദു, എന്താണ് നല്ല ഇൻട്രൊഡക്ഷൻ തന്ന എൽദോ മാമന് താങ്ക് യു. സോറി, നമ്മുടെ എൽദോ പാപ്പൻ എന്നാണ് വിളിക്കുന്നത്. സോറി, തിരുപോയി. കുഴപ്പമില്ല, ഞാൻ എന്തും ഏറ്റെടുക്കും, എനിക്ക് ഒരു പ്രശ്നമില്ല. തൊലിക്കട്ടി അയ്യസോ പറയൂ. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു എനിക്കൊരു താങ് എന്തായാലും കിട്ടും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിരുന്നു. കാര്യം പലർക്കും ഈ നരേനെ ഒരു മിനിറ്റ് അതാ പറയുന്നത്. എന്റെ ഒരു ക്ലോസ് പിടിക്കാൻ ഒരു താടി നരച്ചത് ഈ യൂത്തന്മാർക്ക് കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ മേക്കപ്പ് ചെയ്ത ആർക്കായാലും കറുപ്പിക്കാൻ ഓക്കെ. ഞങ്ങള് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ ചേട്ടൻ ഇടയ്ക്ക് ഒന്ന് മേക്കപ്പ് ചെയ്ത് ഞങ്ങൾ കണ്ടായിരുന്നു. അത് മേക്കപ്പ് ചെയ്യാൻ വന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇറങ്ങി പോകുന്നില്ലേ? സമയത്ത് 2 മണിക്ക് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി വീട്ടിലിരുന്ന് ഒരു 5 മണിക്കൂർ പ്രിപ്പറേഷൻ കഴിഞ്ഞാണ് ഇന്ന് ഓഫീസിലോട്ട് തന്നെ വന്നത്. അജയ് ആണോ നീല ഷർട്ട്? മനസ്സിലായി വിശ്വസിക്കുന്നു. സപ്പോർട്ട് മനസ്സിലായി. നോക്കാം. ഓക്കെ, അപ്പൊ കൃഷ്ണൻ എന്ത് പറഞ്ഞു? ഐഷത്തുൽ ഷംന. ഒരുപക്ഷെ ഈ ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു പേര്. ഈ ഐഷത്തുൽ ഷംന എന്നുള്ള പേര് വേറെ ആർക്കെങ്കിലും ഉണ്ടോ നാട്ടില്? ഇല്ല. ആയിഷ ഉണ്ടാവും, ഷംന ഉണ്ടാവും. ഐഷത്തുൽ ഷംന ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ എവിടെ നിന്ന് കിട്ടി? അത് ഒരു തുൽ ഞാൻ തന്നെ ഇട്ടതാണ്. അതെനിക്കറിയില്ല, കേൾക്കാൻ നല്ല രസമല്ലേ, ഒരു വെറൈറ്റി അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പഞ്ചിനും കിട്ടുകൊടുത്തേക്കാണ്. പക്ഷെ പേര് ഉണ്ട്, ഉണ്ടാവായിരിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെ അതിവേഗം പരിചയപ്പെടുത്തി പോകുമ്പോ ഗൗരിയാണ് ഈ തെക്കൻ ടീമിന്റെ കരുത്തുറ്റ തിരുവനന്തപുരംകാരിയാണ്. ഗൗരി എഡിറ്റിംഗ് അറിയാം, ജേർണലിസം, എല്ലാ വൈഭവം ഉണ്ട് അല്ലേ? ഗൗരി, എന്തൊക്കെയായിരുന്നു ഓണമൊക്കെ പതിവായിട്ട്? യൂഷ്വലി വീട്ടിൽ തന്നെയാണ്. ഇപ്പം ഓഫീസ് ഉണ്ടെങ്കിലും ആ ദിവസം എന്തായാലും വീട്ടിലുണ്ടാവും. ലീവ് എടുത്ത് വീട്ടിലിരിക്കും. ഓണത്തിന് വർക്ക് ചെയ്യില്ല? ഇല്ല, അങ്ങനെ കാര്യം വീട്ടിൽ വരുന്ന എല്ലാ ഗസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, സദ്യ ഉണ്ട്, അത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വീട്ടിലായിരിക്കും. ആദ്യമായിട്ടാണ് തിരുവോണത്തിന്
ഓഫീസിലേക്ക് വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഫ്ലോർ കിട്ടിയതിൽ സന്തോഷം. സന്തോഷം. ഓക്കെ, ഇതില് എത്ര പേർക്കറിയാം ഇതിലൊരു നർത്തകി ഉണ്ടെന്ന്? ഈ യൂത്ത് ടീമാണല്ലോ, ഭയങ്കര ഒറ്റക്കെട്ടാണല്ലോ. പറ, ഇതിന്റെ അകത്ത് ഒരു നർത്തകിയുണ്ട്, ആരാണോ? ഗൗരിയാണോ? ശരി ശരി, ഗൗരിയാണോ? ഇതിൽ എത്ര പേർക്കറിയാം ഗൗരി ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ടെന്ന്? ഗൗരി ആണെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന കലാകാരിയാണ്. ക്ലാസിക്കൽ ഡാൻസ് ഗൗരി പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാവുന്ന ആരെങ്കിലും യൂത്തന്മാർ ഇതിന്റെ കൂട്ടത്തിലുണ്ടോ? നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ലല്ലോ, ഇതൊക്കെ ഉള്ളിലെ കഴിവ്. ഇത് ചോദിച്ചറിയല്ലേ? മനസ്സിലായോ? ജേർണലിസത്തിന്റെ ബേസിക് പാഠങ്ങളൊന്ന് നിങ്ങൾ തെറ്റിച്ചു. ഓക്കെ, ചോദിച്ചറിഞ്ഞില്ല പരസ്പരമുള്ള ആളുകളുടെ കാര്യങ്ങൾ. ഓക്കെ, അവിടെ തന്നെ ഞങ്ങൾ മുതിർന്ന സ്കോർ ചെയ്തേ 1 പോയിന്റ്, 1-0 ലീഡ്. ഇന്റർവ്യൂ ചെയ്യുമ്പോ ഇതൊക്കെ ചോദിക്കും. നമ്മൾ ഇന്റർവ്യൂ അല്ലല്ലോ, നമ്മൾ സൗഹൃദമല്ലേ. അതെ, നമ്മൾ സൗഹൃദത്തിൽ ഇങ്ങനെ കുത്തി ചോദിക്കാറുണ്ട്. അതാണ്, അത് തന്നെ ഒരു യൂത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ സൗഹൃദത്തിൽ ഇങ്ങനെ കുത്തി ചോദിക്കില്ല. നമ്മൾ അപ്പൊ എന്ത് പറയുന്നു അത് വെച്ച് അങ്ങ് മുമ്പോട്ട് പോകും. ഇല്ലേ? ഈ നീല ഷർട്ട്, ഈ നീല കണ്ണടയൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചേ? തന്നെ പിന്നെ നെയ്യാറ്റിങ്കരക്കാരനാണ്. നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ട് പ്രദേശത്തിന് വേണ്ടി എനിക്ക് നെയ്യാറ്റിങ്കര ജില്ല വേണം എന്ന് ആവശ്യം ഉന്നയിക്കുന്ന പ്രധാന വ്യക്തി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കുറവുള്ളതുകൊണ്ടാണ് കന്നഡ മാറ്റിയത്. പിന്നെ പേര് പറഞ്ഞ പോലെ അജയ്, ഫുൾ നെയിം അജയ് സുധാ ബിജു. അപ്പോ എന്താ, എനിക്കിവിടെ വന്നിട്ട് ഇവരെല്ലാവരും പുതിയ ആൾക്കാരാണ്. ഇൻസ്റ്റാ നെയിം ആണ്. പിന്നെ എന്റെ അജയ് എസ് ബിജു എന്നാണ് സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ അമ്മയുടെ പേര് മാത്രം അങ്ങനെ ഒരു ഇൻഷ്യലാക്കി ഒതുക്കണ്ടെന്ന് വിചാരിച്ചു. അതെ, അപ്പോൾ എനിക്കിവിടെ ഹരിയെ മാത്രമേ പരിചയമുള്ളൂ. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരെയും ഇപ്പൊ പരിചയപ്പെട്ടുമായിരുന്നു. പിന്നെ വീട്ടിലിത്തവണ ഓണാഘോഷം ഇല്ല. അപ്പോ ഇവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഓണാഘോഷം കിട്ടിയത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവോണത്തിന്റെ അന്ന് ലീവ് എടുക്കണ്ടെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നല്ലോ. അപ്പോൾ പ്ലാൻ ചെയ്തിരുന്നില്ല, പക്ഷേ ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓണം സോളോ പെർഫോമൻസ് ഡെസ്കിൽ എല്ലാവരും ഞെട്ടിച്ചോണ്ട്. അജയുടെ സംസാരം കേട്ടിരിക്കുക ഭയങ്കര രസമാണ് കേട്ടോ. അജയുടെ സംസാരം കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവന് ഇരുത്തിക്കൊണ്ട് തന്നെ പറയണം. അജയ് സംസാരിക്കുന്നുണ്ടല്ലോ, ഒരു 10 വാക്ക് പറഞ്ഞാൽ അതിനകത്ത് 7 വെള്ളിയായിരിക്കും. അതുകൊണ്ടാണ് കേട്ടിരിക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞത്. എന്താ ചെയ്യ, പലരും പറയാറുണ്ട്. ശരി, തിരിച്ചറിയാൻ പറ്റാത്തോണ്ടാ വിഷമിക്കാതെ. ഓക്കെ, ഇനി അതിവേഗം നമുക്ക് അതെ വളരെ ഗൗരവക്കാരനായിട്ടുള്ളൊരു മലബാറിയാണ് സാരംഗ്. സാരംഗ് ഈ മസിൽ ജിമ്മിൽ പോകാറുണ്ടോ? പിന്നെ ഫ്രെയിമിൽ വരുമ്പോഴാണോ ജിം ഉള്ളൂ? അതൊന്നും ഒരു സീനും ഇല്ല, നമ്മൾ കൂളല്ലേ, നമ്മൾ വർത്താനം പറഞ്ഞു പോകുന്നു. അപ്പൊ എങ്ങനെയാണ് സാരംഗിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ വേറെയാണ്. ഒരു പാരാമെഡിക്കൽ കോഴ്സ് ഒക്കെ ചെയ്ത് പിന്നീട് ജേർണലിസത്തിലേക്ക് വന്നതാണ് അല്ലേ? എങ്ങനെയുണ്ട് ഈ ചാനലൊക്കെ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ്? പുറമേ കാണുന്ന സംഭവം എല്ലാം അകത്തുനിന്നുള്ള കാര്യം മനസ്സിലായി. മീൻസ് ഇതൊക്കെ എല്ലാം ഒരു പുതുമയാണ് എനിക്ക്. കാരണം ഇതിന് മുന്നേ എവിടെ നിന്നിട്ടില്ല, പിന്നെ ചാനൽ പ്രസൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പറയാം ഇത് പറയാന്നുള്ള രീതിയിലുള്ള അടിപൊളിയാണ്. പുറമേ കാണുന്നതിനേക്കാൾ അടിപൊളിയാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഈ സാറിങ്ങനെ കണ്ടാലേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ പങ്കെടുത്ത ഒരു നേതാവിന്റെ ഒക്കെ ഒരു ലുക്ക് ഒക്കെ ഏതെങ്കിലും പങ്കെടുത്തില്ല? ഒന്നുമില്ലായിരുന്നു. രാഷ്ട്രീയവാദിയാണ്. ശരി, ആ ചോദ്യം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അത് തെറ്റാ. നമ്മൾ ജേർണലിസ്റ്റുകൾക്ക് എപ്പോഴും രാഷ്ട്രീയം വേണം. ശരി, ആ രാഷ്ട്രീയം പലപ്പോഴും നിലനിർത്താൻ കഴിയുമോ അജയ്? നിലനിർത്താൻ ഇപ്പോ ഞാൻ ഉദ്ദേശിച്ച ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല. നമുക്ക് സ്വന്തമായ ഒരു നിലപാട്, ഒരു രാഷ്ട്രബോധം അത് വേണമല്ലോ. അതെല്ലാവർക്കും ഉണ്ടാവണം. അത് അങ്ങനെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വാർത്തകളെ അത് എഫക്ട് ചെയ്യത്തില്ലേ? അതെ, എനിക്ക് അജയെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിട്ടാ, ഞാൻ അജയെ സംസാരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഓഡിയൻസിന് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി. അത് തന്നെയാണ് നീ. അല്ല അജയ്, ഈ ഓണാഘോഷം ഇല്ലേ, ഇങ്ങനെയൊക്കെ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആഘോഷം എന്തായാലും ഇപ്പം ആഘോഷം ഇപ്പം നമ്മുടെ എല്ലാ മനുഷ്യജീവികളുടെ ലൈഫിൽ വേണ്ട ഒരു ഘടകമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കണം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും ആഘോഷിക്കണം. മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ നമ്മുടെ സന്തോഷം ആഘോഷിക്കുക, നമ്മൾ മരണം ആഘോഷിക്കുക, വിഷമം ആഘോഷിക്കുക, അതുപോലെ എല്ലാം അങ്ങോട്ട് ആഘോഷിക്കുക. ഓണം അതുപോലെ ഒരു ആഘോഷം, പല ആഘോഷങ്ങളിലൊന്ന്. ഓക്കെ, ശരി, ആഘോഷം. അനുശ്രീ പറയും. അനുശ്രീ ഭയങ്കര ഈ ട്രോൾ അടിക്കാനൊക്കെ മിടിക്കുകയാണ്. ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ അടിക്കാൻ വേണമെങ്കിൽ ശ്രമിച്ചാൽ നടക്കും. പിന്നെ അല്ല, ആ ഒരു ഇത് എങ്ങനെയാ, നേരത്തെ ട്രെയിൻഡ് ആണോ അതോ സിനിമകൾ കാണുമായിരുന്നോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഒരു ഈ ഹാസ്യം അല്ലെങ്കിൽ ഒരു സരസമായി സംസാരിക്കാന്നുള്ള സംഭവം വന്നത്? അങ്ങനെ അതങ്ങ് വന്നു. ഇതുവരെ ആ ഡെസ്കിൽ ഇരുന്നിട്ട് ഒരു തമാശ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതല്ലേ, തമാശക്കാരൊക്കെ എങ്ങനെയായിരിക്കും, ഭയങ്കര സീരിയസ് ആയിരിക്കും. എന്നാ ശരി,
വൈബിന്റെ ഇടയിൽ എങ്ങനെയാണ് പുതിയ അതൊരു ചോദ്യമാണ്. അതാണ്. ശരി. അപ്പൊ ഇനി നമുക്ക് പരമാവധി ഐശ്വര്യ ഷാമിന് ഇല്ലാത്തപ്പോ ഷിഫ്റ്റ് ഇടാൻ നോക്കാം. ഓക്കെ ശരി. ഓക്കെ ഞാനുള്ളപ്പോ ഓക്കെയാണ്. പറയും ഒരു ചെറിയ സംഭവം ചെയ്യാമോ? എപ്പോഴെങ്കിലും ചെയ്തതോ അല്ലെങ്കിൽ മനസ്സിലുള്ളതോ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വേദി കിട്ടിയാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് വേദി കിട്ടിയാൽ ചെയ്യും. തൽക്കാലം എല്ലാവരുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റ് ആയിട്ട് ചെയ്യും. പിന്നീട് ചെയ്യും. ഓക്കെ റൈറ്റ്. അപ്പൊ റിയൽ ഇൻട്രൊഡക്ഷൻ ഉള്ളൂ, എല്ലാവരും കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ റിയ പിന്നെ അത്ര യൂത്ത് ഒന്നുമല്ല കേട്ടോ. കാരണം ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് യൂത്ത് എന്ന് പറഞ്ഞ് ഈ ബെഞ്ചിൽ കയറി ഇരിക്കുന്നതാണ് വെറുതെ. ഉണ്ടായിരുന്നു. എൽദോപ്പൻ എന്നൊക്കെ പറഞ്ഞു നാട്ടുകാർ വിചാരിക്കും വലിയ പ്രായമുള്ള. ഞാൻ പറഞ്ഞപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയല്ല. അപ്പൊ പറ റിയ, എങ്ങനെയുണ്ട് ഈ പുതിയ പിള്ളേരുടെ യുവത്വത്തിന്റെ കൂടെ കൂടിയിട്ട്? ഇവിടെ വന്നിട്ട് ഞാൻ പുതിയതാണ്. ഫീൽഡിൽ 5 വർഷം. അങ്ങനെ വാ, മടിക്ക് വാ. 5 വർഷം പഴക്കമുണ്ട് ഈ എഞ്ചിന്. അപ്പൊ വന്നിട്ടാണ് ഇവിടെ ഇന്ന് വലിയ ഡയലോഗ് അടിക്കുന്നത്. ചോദ്യങ്ങൾ പറയാം. അപ്പൊ എങ്ങനെയാ റിയ, പിന്നെ നമുക്ക് ഉടനെ ഒരു സദ്യ തരില്ലേ? ഉടനെ ഉണ്ടാവില്ല, തരാം. വിളിക്കാം ഞാൻ. അല്ല ആ സദ്യ പിന്നെ പറഞ്ഞുതരാം. ഈ കാണുന്ന പ്രേക്ഷകർ എന്ത് സദ്യയാണെന്നൊക്കെ അങ്ങ് ഊഹിച്ചെടുക്കട്ടെ എന്ന്. അപ്പോൾ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും റിയയുടെ വീട്ടില്, മുറ്റത്തോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ എവിടെ വെച്ചാ. രജിസ്റ്റർ ഓഫീസ് ആക്കരുത്, ആക്കിയാലും കുഴപ്പമില്ല. വിശദമായുള്ള സദ്യ തരണം. ഓക്കെ. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? ബുക്ക് ചെയ്യും. വരണം, വണ്ടി വിളിച്ച്. ചെറുക്കനെ കണ്ടെത്താൻ പോകുന്നേ ഉള്ളൂ. ചെറുക്കനെ കണ്ടെത്താൻ പോകുന്നുള്ളൂ. ഓഡിറ്റോറിയം ഡേറ്റ് ബുക്ക് ചെയ്തു. അത് വീട്ടുകാർക്ക് ഒരു ചെക്കനെ കിട്ടിയാൽ മതി, ബാക്കി എല്ലാം സെറ്റാ. ആണല്ലേ? ശരി. അപ്പൊ ഈ തിരുവനന്തപുരം ടീംസ്, തെക്കൻ ടീംസ് ഉണ്ടല്ലോ, തെക്കൻ ആൻഡ് മലബാറീസ്, നിങ്ങൾക്കിടയിൽ മറ്റൊരു സ്പ്ലിറ്റ് ഉണ്ടായ സാധ്യത ഓണാഘോഷത്തില് ഈ സദ്യയെ പറ്റിയായിരിക്കും. തിരുവനന്തപുരത്തെ സദ്യ വേറൊരു ടേസ്റ്റ് ആണ്. ഞാൻ മധ്യ കേരളമാണ്, അതുകൊണ്ട് എനിക്ക് മധ്യത്തിൽ നിൽക്കാം. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. അപ്പൊ എനിക്ക് ഈ 2 ടേസ്റ്റും പരിചയമുണ്ട്. തെക്കൻ സദ്യ അത് വല്ലാത്ത ഡിഫറൻസ് ആണ്, വേറൊരു ടൈപ്പാണ്. പക്ഷേ മലബാർ സദ്യ അത് വേറൊരു നോൺ വെജ് ഐറ്റെങ്കിലും ഉണ്ടാവും അല്ലേ ഓണസദ്യയിൽ? ഓക്കെ. ഗൗരി, ഏതാ നല്ലത്? തെക്കൻ സദ്യ. അതെന്ത്? സ്വാഭാവികം. ആ ഇലയില് നോൺ വെജ് ഒക്കെ വെച്ച് എങ്ങനെ ചേട്ടാ? എനിക്ക് നോൺ വെജ് പ്ലേറ്റിൽ മാറ്റി വെച്ചോ? അത് പറ്റത്തില്ല. നമുക്ക് ആ ഒരു ഓർഡർ ഉണ്ട്. നോൺ വെജ് വെച്ച് കഴിഞ്ഞാൽ അല്ല, നോൺ വെജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നോൺ വെജിറ്റേറിയൻ സദ്യയായി, പിന്നെ അത് സദ്യ അല്ല. ഓ അങ്ങനെയാണോ? സദ്യ എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാത്രമേ പാടുള്ളൂ? ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഈ ചിക്കനും മീനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അന്നത്തെ ഒരു ദിവസം കഴിച്ചോണ്ടെന്താ കുഴപ്പം? സദ്യ എന്ന് പറയുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. നമ്മൾ ആ ഒരു അച്ചാറിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു ഓർഡറിൽ കുറെ കറി. ഓർഡർ പറഞ്ഞു ഇത്ര അറിയാവുന്ന തെക്കൻ ടീമിന്റെ പിന്നെ കരുത്തുറ്റ നേതാവ് പറയും. ആദ്യം ഏതാണ്? ഇഞ്ചി. കൃഷ്ണൻ അറിയാവുന്നോ? പറയട്ടെ. ഓക്കെ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി. അത് കഴിഞ്ഞ് സാലഡ്, പല ടൈപ്പ്. സാലഡ് പിന്നെ ബിരിയാണിയാണോ കൂടെ? പൈനാപ്പിൾ കിച്ചടി ഒക്കെ വെക്കും. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. പൈനാപ്പിൾ, ബീട്രൂട്ട് തുടങ്ങിയ കിച്ചടികൾ വെക്കാറുണ്ട്. അത് കഴിഞ്ഞ് തോരൻ, അവിയൽ, പിന്നെ ഉണ്ട് എന്താണ് ഓലൻ, കാളൻ, പിന്നെ തൊടുകറി ഉണ്ടാവും, പിന്നെ ചോറ് വരും, പരിപ്പ് വരും, അത് കഴിഞ്ഞ് സാമ്പാർ വരും, പിന്നെ പായസം വരും. ചോറ് കഴിഞ്ഞിട്ട് പായസം. എല്ലായിടത്തും പായസമേ ഏറ്റവും ലാസ്റ്റ് ഡെസേർട്ട് പോലെ കഴിക്കണ്ടേ? അതെന്ത് തിരുവനന്തപുരത്ത് ചോറിട്ട് പായസം കഴിഞ്ഞിട്ട് വീണ്ടും ചോറ്? അതൊരു വളരെ മികച്ച ചോദ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എരിവും പുളിയൊക്കെ കഴിച്ചു വരുമ്പോൾ നമുക്ക് ആ ഒരു സ്വീറ്റ് കിട്ടും. അത് കഴിഞ്ഞ് ഒരു റൗണ്ടും കൂടെ ചോറ് കഴിക്കണം എന്നുള്ളവർ കഴിച്ചാൽ മതി, വിത്ത് പുളിശ്ശേരി, രസം, മോര്. അല്ല, രസവും മോരും അവസാനം വിളമ്പുന്നതിന് തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. അത് ദഹനത്തിന് നല്ലതാണ്. അതായത് ഇത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ആ ദഹന പ്രോസസ് ശരിയാവാൻ വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നത്. തിരുവനന്തപുരത്തെ സദ്യക്ക് ഒരു ശാസ്ത്രീയ വശമുണ്ട്. ശരി മലബാറീസ്, നിങ്ങൾ എന്ത് ശാസ്ത്രീയ വശത്തെ എങ്ങനെ കൗണ്ടർ ചെയ്യാം? ഇതെല്ലാം വയറ്റിലേക്കല്ലേ പോകുന്നത്? സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? എല്ലാം വയറ്റിലേക്കല്ലേ പോകുന്നത്? അല്ല, എന്നാലും ഓരോന്നിനും ഓരോ ആചാരം ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ റിയക്ക് ഈ വെജ് സദ്യ കഴിക്കുമ്പോ അതിന്റെ നോൺ വെജ് ഒരു മീനോ ഒരു ചിക്കനോ ഒരു ഇച്ചിരി പോത്തോ? അങ്ങനെ നോൺ വെജ് അങ്ങനെ ഒന്നുമില്ല.
വീട്ടിൽ എന്ത് വെക്കുന്നു അതെല്ലാം ഞാൻ ഇലയില് വിളമ്പും. അതാണ് നമ്മുടെ സദ്യ അല്ലേ? ഓക്കെ. ഇത്ര എണ്ണം അങ്ങനൊന്നുമില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ അവിയലിലെ മുരിങ്ങാക്കാൽ എടുത്തിട്ട് കോഴിക്കാല കടിച്ച് വലിക്കും. ഇത് സീസണൽ ആചാരികളാണ്. മീൻസ് ഓണം വിഷു ആ സമയം എത്ര മാത്രമേ കഴിക്കുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്ല, സദ്യ എന്ന് പറയുന്നപ്പോ എല്ലാ സദ്യയും ഇത്തരം ശാസ്ത്രീയമാകണ്ടേ? തെക്കൻ ടീംസ് അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ഓണത്തിന് അതിന്റേതായ ഒരു രീതിയിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ സദ്യ കഴിക്കുന്നത്. അതുപോലെ നമുക്ക് ക്രിസ്മസിൽ കൊണ്ട് കാണിക്കാൻ പറ്റും. ഓരോന്നിനും അതിന്റേതായ രീതിയിലുണ്ട്, അതിന്റേതായ യൂണിക്നെസ് ഉണ്ട്. രീതിയൊക്കെ ആരുണ്ടാക്കിയത് തലമുറകളായി ചെയ്തു വരുന്ന ശാസ്ത്രീയമായ വശം എന്ന് പറയുന്നത്. വീണ്ടും തെന്നി മാറുന്നു. അതാണ് ആചാരം എന്ന് പറഞ്ഞത്. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ആ സദ്യ കഴിക്കുന്നതിന്റെ രീതി തന്നെ. ഇനി തെക്കിന് നമുക്കൊരു പ്രത്യേകത കൊണ്ടുണ്ട്. നമ്മൾ മറ്റൊരു ഓർഡറിന് വിളമ്പി പോകും. നമ്മൾ മറ്റേ റാൻഡം ആയിട്ട് കറി കൊടുക്കാം. അവിടുത്തെ മെയിൻ പ്രശ്നം അതാണ്. മനസ്സിലായില്ലോ? അതായത് നമ്മൾ സദ്യ വിളമ്പുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കറികളെല്ലാം ഉണ്ട്. അത് അവിടെയുണ്ട്, കറികളെല്ലാം ഉണ്ട്. ചോറ് ഇത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കയറി മറ്റേ എല്ലാം കൂടെ മിക്സ് ചെയ്യാറില്ല. നമ്മളൊരു ഓർഡറിനെ പോവാറുണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ ഈ ചോറ് തിന്നുമ്പോ സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കണല്ലോ. ഇവരാദ്യം കൊണ്ട് ഈ പരിപ്പ് കറി വിളമ്പും. ഈ പരിപ്പ് കഴിക്കാത്ത എത്ര മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. വേണ്ടാന്ന് പറഞ്ഞ പിന്നെ സാമ്പാർ വരെ അടുത്ത ആഴ്ചയാ. സാമ്പാർ വരുന്ന അടുത്ത ആഴ്ച തോരൻ കൂട്ടി കഴിക്കണം മിസ്റ്റർ. ഇവിടുത്തെ ഓണസദ്യ എനിക്ക് കണ്ണൂര് സദ്യ കഴിച്ചാലേ ശീലമുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ സാമ്പാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അവസാനം സാമ്പാർ വന്നത് ഒഴിച്ചിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അതായത് അത്രയും നേരം പരിപ്പ് കഴിച്ച് എല്ലാരും കഴിഞ്ഞു. അല്ല, അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ സാമ്പാർ തരും. അല്ല, ഞങ്ങളൊന്നും അത്ര കഠിന ഹൃദയമൊന്നുമല്ല. സാമ്പാർ വേണം ചേട്ടാന്ന് പറഞ്ഞ കൊണ്ട് സാമ്പാർ ചോദിച്ചാ തെക്കന്റെ ഒരു പൊതു സ്വഭാവം ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാ. ഞങ്ങൾ ഇന്നലെ സാമ്പാർ ചോദിച്ചപ്പോ പറഞ്ഞ ഇവിടെ ഇതായി ഓർഡർ. എന്നിട്ട് ഞങ്ങൾക്ക് സാമ്പാർ കൂട്ടണ്ട. ഞങ്ങൾക്ക് അതല്ലേ ശീലം. സാമ്പാർ കഴിച്ചോ? ഇവിടെ ഓർഡർ ഇങ്ങനെയാണ്. പരിപ്പ് വേണമെങ്കിൽ പരിപ്പ് വേണം. ഞാൻ പറയട്ടെ, ഈ പരിപ്പ് അല്ല, അങ്ങനെയല്ല. പരിപ്പ് എന്ന് പറയുന്നത് അരിയും പരിപ്പും ഒക്കെ നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡാണ്. അപ്പൊ അത് റെസ്പെക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം മയമായിട്ടുള്ള ഒരു സാധനം. പിന്നെ സാമ്പാർ വരുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ആയി വലിയ ലോഡായി. ആദ്യമേ സാമ്പാർ കഴിച്ച് കഴിഞ്ഞാൽ വയർ ലോഡായാലോ. അപ്പൊ നെയ്യും പരിപ്പും ആദ്യം ലോഡല്ലേ? പരിപ്പും ഇതെന്ന് പറയുമ്പോൾ യൂണീക്ക് ആയിട്ട് പരിപ്പ് മാത്രമല്ലല്ലോ, കുറച്ച് ഫ്ലേവർ കുറവാണ്. നെയ്യ് ആവശ്യമുള്ള സുഖം കിട്ടാൻ കുറച്ച് സ്മൂത്ത് ആവും. അല്ല, ഇതെന്ന് പറഞ്ഞാൽ എന്തോന്ന്, ഒരു നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ ആക്രാന്തം കാണിക്കാറില്ല. സാമ്പാറൊക്കെ ആദ്യമേ കൊണ്ടുവച്ച് കുഴച്ചുരുട്ടി തിന്ന് അവസാനം നമ്മൾ പതിയെ കഴിക്കാറുള്ളൂ. ആ ഇതൊക്കെ വെച്ച് തുടങ്ങി. അതാണ് ഒരു ടീം ഭക്ഷണ സ്വാതന്ത്ര്യം പറയുന്നു, മറ്റൊരു ടീം പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണ രീതിയെ പറ്റി പറയുന്നു. ഭക്ഷണ സ്വാതന്ത്ര്യത്തെ പറ്റി ലക്ഷണം ഉണ്ടത്. നമ്മൾ ഭക്ഷണ സ്വാതന്ത്ര്യം ഇല്ലാത്തവരാണ് പറയുന്നത്. അത് ഞങ്ങൾ നിഷേധിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉള്ളി കിട്ടിയില്ലെങ്കിൽ വഴക്കുണ്ടാകാറുണ്ടോ? ഇല്ല, അതൊക്കെ കൊല്ലത്താണ് നടക്കുന്നത്. പപ്പടം ഇതൊക്കെ നമ്മൾ എന്താ ദോശയ്ക്ക് കൂടെ രസപ്പെടാ? ഇല്ല, ഇതൊക്കെ സംഭവിക്കുന്നു. ദോശ അതൊരു ടേസ്റ്റ് അല്ലേ? അതാണ് രാത്രി ഇവിടത്തെ അവിടത്തെ തട്ടുകടകളിൽ നിന്നുള്ള വലിയൊരു ഡിഫറൻസ് ആണ്. അവിടെ ആണെങ്കിൽ ഓണസദ്യ വിട്ടു നമുക്ക് അതിലേക്ക്. അതായത് തൃശ്ശൂരത്തെ തട്ടുകടയിലെ തൃശ്ശൂരത്തെ തട്ടുകടയിലെ ഡിഷസ് റിയ പറയും. കാരണം അത്രമാത്രം വെറൈറ്റിയാ. കൊള്ളിയും പോട്ടിയും കൊള്ളിയും മൊട്ടിയും കൊള്ളിയും മുതരയും. കൊള്ളി പോട്ടി കഴിച്ചിട്ടുണ്ടോ തിരുവനന്തപുരത്തുള്ള അജയ്? കൊള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഞങ്ങളൊക്കെ മറ്റേ അടുപ്പിൽ വെക്കണതാണ് കൊള്ളി. കൊള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊള്ളിക്ക് പറയുന്ന പേരെന്താന്ന് പറയട്ടെ? മരച്ചീനി. കപ്പയും പോട്ടിയും കഴിച്ചിട്ടുണ്ടോ? കപ്പയും പോട്ടിയും. എന്നിട്ടാണ് ഒരു സദ്യയെ കുറിച്ച് മനുഷ്യന് മനസ്സിലാവണ ഭാഷ സംസാരിക്കണം മിസ്റ്റർ. തെന്നി മാറുന്നു. നമ്മൾ സദ്യയെ കുറിച്ചും ഓണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ലോകത്തിലുള്ള എന്ത് വിഷയവും ഞാൻ ചർച്ച ചെയ്യും. കാരണം എനിക്ക് എങ്ങനെ നിങ്ങളെ തോൽപ്പിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ തർക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നീണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് ഈ കപ്പയും കൊള്ളിയും കൊണ്ട് തന്നെ അടിക്കും. അപ്പൊ സോ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് ശേഷം തിരികെ എത്താം. കുറച്ച് കാര്യങ്ങൾ ഇനി ബാക്കി ചോദിക്കാണ്ട്. ബ്രേക്ക്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം പിള്ളേരോണത്തിലേക്ക്. പിള്ളേരോണത്തിൽ പിള്ളേരായി ഞാനും തന്തവൈ പിള്ള 9 പേര് എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഈ സദ്യയെ പറ്റിയാണ്. സദ്യയുടെ കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ചർച്ച തുടങ്ങി തീരില്ലെന്ന് തോന്നുന്നു. തെക്കൻസ് ആൻഡ് മലബാറീസ് രണ്ടുപേരും
കട്ടക്കാണ്. ഈ ശാസ്ത്രീയ വശവും സ്വാതന്ത്ര്യത്തിന്റെ വശവും ഒക്കെ നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. സ്വാദിന്റെ വശം കൂടെ ഉണ്ട്. സ്വാതിന്റെ മധ്യകേരളത്തിന് അവിയല് എന്താവിയലാണ് ഇവിടെ വന്നിട്ട് എന്റെ അമ്മേ എല്ലാരും ഒരു തൈര് ഒഴിക്കാത്ത അവിയലോ തൈര് ഒഴിക്കാത്ത അവിയലോ തൈര് ചേർക്കുന്നുണ്ട് കുട്ടിക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെള്ളം പോലെ അല്ല കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മധ്യ കേരള ആദ്യം പറഞ്ഞല്ലോ, എറണാകുളം ഓക്കെ അല്ലേ? രണ്ടും കൊള്ളൂല. ഞങ്ങൾക്ക് എറണാകുളത്തുകാരുടെ ഓണസദ്യയാണ് സൂപ്പർ. നല്ല ഇച്ചിരി മാങ്ങാക്കറിയും പിന്നെ മീൻ ഇങ്ങനെ മപ്പാസും പിന്നെ മപ്പാസ് അറിയില്ല അടിപൊളി പിന്നെ കൊതുകിന്റെ മൂളിച്ച കൂടെ ഉള്ളതുകൊണ്ട് നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ? കൊച്ചി കേരളത്തിന്റെ വ്യവസായ നഗരമാണ് കേട്ടോ. തിരുവനന്തപുരം തലസ്ഥാനം. അത് പഴയ രാജനഗരം ആയതുകൊണ്ട് തുടർന്നു വേണ്ടി വന്നതാണ്. നമ്മൾ കൊച്ചിയിലേക്ക് മാറ്റാനുള്ള ആലോചന നടത്തുന്നുണ്ട്. ഓക്കെ, ഒറ്റയ്ക്കിരുന്ന്. അപ്പൊ എന്താണ് ഈ ചർച്ചയ്ക്കിടയിൽ നമുക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് വേണമല്ലോ. ഈ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഹരി ഞാൻ നല്ല പാട്ടുകാരനാട്ടോ ചേട്ടാ, എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കണേ. സത്യമായിട്ടോ ഞാൻ കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ എന്നെ പേഴ്സണലി ഒരു പാട്ട് പാടിപ്പിക്കണം, ഞാൻ എന്റെ ഫാൻസ് നോക്കി നിൽക്കും. അങ്ങനെയല്ലല്ലോ കിടന്ന് കാല് പിടിക്കുന്ന എന്തെന്നാ എന്നെക്കൊണ്ടൊരു പാട്ട് പാടിക്കണേ ചേട്ടാ. നീ പറഞ്ഞല്ലേ? മറന്നുപോയി. ഓക്കെ, അപ്പൊ ഹരി പാട്ട് മിമിക്രി ഒക്കെ കൈവശം ഉണ്ടെന്ന് പറയപ്പെടുന്നു. എല്ലാം സെറ്റാണ്. മറ്റേ നേരത്തെ പറഞ്ഞില്ലേ തൊലിക്കട്ടി അപാരമാണ്, അതുകൊണ്ട് നമുക്കതൊരു വിഷയമില്ല. അപ്പൊ ശരി, അപ്പൊ ആദ്യം ഒരു പണിയോ, എനിക്ക് പാട്ടിന് മുമ്പ് ഒരു മിമിക്രി ചെയ്യണമായിരുന്നു. ഓ, അപ്പൊ നമ്മുടെ ഈ ഫ്ലോറിലേക്ക് കുറച്ച് താരങ്ങൾ വരുന്ന രീതിയിലേക്ക് ഞാൻ അവതരിപ്പിക്കാം. എഴുന്നേറ്റ് നിൽക്കണോ നിനക്ക്? ഒന്നും വിഷയമില്ല. ആദ്യത്തെ ആ ഇറുയിൽ എന്റെ തൊണ്ട പോയിട്ടുണ്ട്, ശബ്ദം ഉയർത്താൻ പറഞ്ഞതിൽ. ആദ്യത്തെ താരം ആരാണെന്ന് നീ പറയാണ്ട് ചെയ്യണം. എന്നിട്ട് ഇവരകത്ത് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ചെയ്യാൻ നിനക്ക് അനുവാദമുള്ളൂ. ശരി, അപ്പൊ വലിയ ടാസ്ക് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾ സഹകരിക്കണം, കണ്ടുപിടിച്ചിട്ട് അവസാനം വേറെ ആരുടെയും പേര് പറയരുത്. ശരി, ഞാനത് ഐഷത്തുളിനെ ഏൽപ്പിക്കുന്നത്. ഐഷത്തുൾ കണ്ടെത്തണം അത് ഏത് നടനാണ് കേട്ടോ. അമ്മയ്ക്ക് കൊടുത്ത് ന്യൂസ് 18 ആ താരം വരികയാണെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഈ പിള്ളേർ ഓണത്തിലേക്ക് വന്നതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും പേരെ വരുമ്പോൾ ഇത് കാണുമ്പോഴോ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഓണത്തിന് പ്രത്യേകിച്ച് ഞാൻ മാത്രമല്ല, മലർ മിസ്സൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഓണം ആഘോഷിക്കുമ്പോൾ വലിയ രസമായിരുന്നു. ഇപ്പം നിങ്ങൾ ഒരു പിള്ളേർ സെറ്റിനെ കാണുമ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ട്. അത് തുടർന്നും പോട്ടെ. പ്രത്യേകിച്ച് ഹരി ന്യൂസ് 18 വന്നത് വലിയ രീതിയിൽ ന്യൂസ് 18 തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവനെ നന്നായി നോക്കണം കേട്ടോ. നന്നായി കൊള്ളാം. അല്ല, ഇത് ആരായിരുന്നു? വിനയ് ഫോർട്ട് തന്നെയാണോ? വിനയ് ഫോർട്ടിനാണ് ഉദ്ദേശിച്ചത്. അതെ, ടിനിട്ടോ വിനയ് ഫോർട്ടിനെ അവതരിപ്പിക്കുമ്പോൾ ടിനിട്ടോ വിനയ് ഫോർട്ടിനെ അവതരിപ്പിച്ചതുപോലെ. നല്ല കമന്റ്. ഇനി സാക്ഷി തന്നു, വിനയ് ഫോർട്ട് കണ്ടെത്തിയല്ലോ. കണ്ടെത്തിയ ശേഷം ഞാൻ വേറെ പോവാം. ഓക്കെ, ഇനി ഞാൻ അല്ലാതെ പോവാം. നമുക്ക് കുറച്ച് പേര് ഇവിടെ വരുന്ന രീതിയിൽ ഒരു സ്കിറ്റായിട്ട് തന്നെ പോവാം. ശരി. എന്തായാലും എൻ്റെ അടുത്ത് കൊച്ചുപ്രേമൻ ചേട്ടനുണ്ട്. കൊച്ചുപ്രേമൻ ചേട്ടൻ ഈ ന്യൂസ് 18 ഓണത്തെ പറ്റി എന്താ പറയാനുള്ളത്? മച്ചമ്പി, ന്യൂസ് 18 ഓണം അത് വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. അത് ഓണത്തിൽ സദ്യ വിളമ്പുമ്പോ ഇവിടെ തെക്കന്മാരും മലബാറികളെ എല്ലാരും കൂടെ ചേർന്ന് ആഘോഷമാക്കിയെന്ന്. എന്തായാലും നമുക്ക് ഇതിപ്പോ സംസാരിക്കാനായിട്ട് സുരേഷ് കൃഷ്ണ ഉണ്ട്. സുരേഷ് കൃഷ്ണയോടും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഓണമാകുമ്പോ ഇവിടെ മസാലപ്പൊടിയും സദ്യയൊക്കെ വിളമ്പും. അതിനൊക്കെ നിങ്ങളൊക്കെ വേറെ അർത്ഥം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമോ. പിന്നെ തെക്കനും മലബാറിയും എല്ലാം കൂടെ അങ്ങ് കൊഴിച്ച് ചേർത്ത് നിങ്ങൾ തന്നെ അങ്ങ് തിന്നാ മതി. എന്നെ ഒന്നും കൂട്ടണ്ട അതിനകത്ത് കേട്ടോ. തെക്കൻ പവർ. തെക്കൻ ഒരു സ്കോറിംഗ് ആയി ഇവിടെ കേട്ടോ. ആരാ മലബാറിന് വേണ്ടി എതിർക്കാൻ ആരാ ഉള്ളത്? അനുശ്രീയെ അഭിമാനപരസ്യം സമർപ്പിക്കുന്നു. എന്താണ് ചെയ്യുക? മൈക്ക് പാട്ടുപാടി എതിർത്തേരാ. ഓക്കെ, ശരി. പാട്ടുപാടി നീ ധൈര്യം തോപ്പിക്കടാ. ഉറപ്പ് പാട്ടുപാട്. അടുത്ത പാട്ടിപ്പോ വരി എടുക്കട്ടെ. വരി നോക്കി പാടണം. ഞങ്ങൾ നോക്കാതെ പാടും. ആദ്യം പഠിച്ച് വന്നിട്ട് ഇവിടെ വന്ന് പാടായിരിക്കും. നോക്കി പാടുന്നു. എനിക്ക് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് വരി എടുക്കണം. കാരണം ഞാൻ ഇപ്പോഴാണ് പാട്ടിനെ പറ്റി. നിങ്ങൾ ഗൂഗിൾ തലമുറ ആയി പോയില്ലേ? ഞങ്ങളെ പോലെ പഴയ ഓർമ്മശക്തിയുള്ള തലമുറ അല്ലല്ലോ. ഞങ്ങൾക്ക് ഗൂഗിളൊന്നും വേണ്ട. ഞങ്ങൾ നല്ലത് പറയാം. ആണോ? അന്ന് കലാഭവമണി മരിച്ച ദിവസം പറയും. മാർച്ച് 6. പിന്നല്ലാതെ കൊള്ളാം. പറയും, നീ പാട്.
ഇല്ലെങ്കിൽ അത് വേറൊരു കാര്യം. പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കാരാണെന്ന് പരിശോധിക്കാം. എല്ലാവരും മിണ്ടാണ്ടിരിക്കണ്ടാണ് ഞാൻ പാട്ട് ആ പാട്ട് അനസൂയ പാടുന്ന മിണ്ടരുത്. ശരിയല്ലായിരിച്ചിരിക്കരുത്. വാർക്കുഴലിൽ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയാ, ആശകൾ തേനലയായി തുള്ളി തുള്ളി എൻ്റെ ഉള്ളും പാടുകയായി, കലാലോലം കണ്ണുകൾ കിളിച്ചിന്തായി കൽപ്പന, നറും തേനോ നിൻ സ്വരം, നിലാപ്പൂവോ നിൻ മനം, മിഴിക്കോണിൽ അഞ്ജനം, മൊഴിപ്പൂവിൽ സാന്ത്വനം, കിനാവാകും മഞ്ചലിൽ വരൂ നീ എൻ ജീവനിൽ, ദ്വാദശിയിൽ മണിദേവിക തെളിഞ്ഞു, മാനസമേ ഇനി പാടൂ. ഞാൻ കാര്യം പറയട്ടെ, സുജാത ചേച്ചി പാടിയ പാട്ടാണ് അല്ലേ? അതെ, സുജാത ചേച്ചി പാടിയ പാട്ടാണ്. അപ്പൊ ന്യൂസ് 18 ഒരു സുജാതയെ കിട്ടി. ആ, അവിടെ ഒരു ടിനി ടോം വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ശരി, നിങ്ങൾ ടീച്ചറിനെ പറഞ്ഞ ടിനി ടോം അത് കുഴപ്പമില്ല, അവൻ പ്രോത്സാഹിപ്പിച്ചതാ. അതിഗംഭീരമായി പാടിട്ടോ, ശരിക്കും നന്നായി പാടി. എനിക്കറിയില്ല, കാരണം ഈ പാറപ്പുറത്തിട്ട് വരയ്ക്കുന്ന ശബ്ദമാണ് സാധാരണ വർത്താനം പറയുമ്പോ. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് ഈ സൗണ്ട് വന്നേന്നൊരു സംശയം. ഉള്ളിന്ന് വന്നാണ്. റൈറ്റ്. അപ്പൊ അജയ് പാടിപ്പിക്കാം. അജയ്, എനിക്ക് ഈ നെയ്യാറ്റിൻകരയില് ഈ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണല്ലോ, അവിടെയൊക്കെ ഈ ഓണത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അവിടെ ഓണത്തിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നമ്മുടെ നോർമൽ ട്രിവാൻഡ്രം സദ്യ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ബാലരാമപുരം അടുത്തല്ലേ കൈത്തറി വാങ്ങാൻ പോകില്ലേ? ആ, കൈത്തറി വാങ്ങാൻ പോകുന്നതായി മുണ്ട് കൈത്തറിയാണ്, ബാലരാമപുരം കൈത്തറിയാണ്. പുതിയതാണ്, ബാലരാമപുരം കൈത്തറിയാണ്. ഷർട്ട് കൈത്തറിയല്ല. അപ്പൊ കൈത്തറി വിഭവങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ, എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടി, ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയത് ഒരു കൈത്തറി ഉൽപ്പന്നമാണ്. എന്താണാവോ അത്? എനിക്ക് ഇഷ്ടമാണ് കൈത്തറി പൊതുവേ. പിന്നെ നമ്മുടെ പേര് പറയാൻ അല്ല, ജുബ്ബ 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 അല്ല, ഞാൻ ഒരു കൈത്തറി ഉൽപ്പന്നം ജുബ്ബ. ഓർത്ത് കണ്ടുപിടിച്ചവന്റെ ജുബ്ബ ഇരുന്നാലോചിക്കുക. ഷംന, ഈ മലപ്പുറത്ത് ഒരുപക്ഷെ എത്രമാത്രം ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രം കൂടിയായിട്ട് മലപ്പുറത്തെ വിശേഷിപ്പിക്കണം. അപ്പൊ ഈ ഷംനയുടെ തട്ടമിട്ട് വാർത്ത വായിക്കുന്ന വളരെ അപൂർവം ആംഗേഴ്സ് ഉള്ളൂ. അപ്പോൾ ഷംന ഒരു ദിവസം ഫ്രെയിമിൽ കയറിയപ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഷംനയ്ക്ക് ഒരു ഇഷ്ടമാണ് ഇങ്ങനെ തട്ടുവിടുന്നതും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ? തട്ടിടുന്നത് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ നമ്മുടെ ഒരു ഭാഗമായി വന്നതാണ്. പിന്നെ ആദ്യമായിട്ട് ഫ്രെയിമിൽ വരുമ്പോൾ തട്ടമിട്ട് 1-2 ചാനൽ ഒഴികെ, പ്രത്യേക ചാനൽ ഒഴികെ ബാക്കി മെയിൻ സ്ട്രീം ചാനലിൽ ആദ്യമായി തട്ടമിട്ട് വാർത്ത വായിക്കുന്ന ഒരാൾ ഞാൻ. അപ്പോൾ അതിന് എനിക്ക് ന്യൂസ് 18 ഇപ്പൊ എന്റെ വിശ്വാസമാണെങ്കിലും എന്താണെങ്കിലും ന്യൂസ് 18 അതിനെ തടയോ ഒന്നും ചെയ്തിട്ടില്ല. അത് വളരെ വലിയൊരു കാര്യമാണ് ശരിക്കും. ഇതുവരെ ഞാൻ മുമ്പ് ഇന്റർവ്യൂവിന് പോയ പല ചാനലിലും തട്ടിട്ടിട്ടാണ് ക്യാമറ ടെസ്റ്റ് പോലും തട്ടം മാറ്റിയിട്ടാണ് ക്യാമറ ടെസ്റ്റ് പോലും ചെയ്തത്. അവിടുന്ന് ഇവിടെ വന്നപ്പം ഓൺ എയർ കയറുമ്പോൾ തട്ടിട്ട് വാർത്ത വായിക്കാന്നുള്ളത്, അത് നമ്മളെല്ലാരും നമ്മളെന്താണോ നമ്മുടെ ഐഡന്റിറ്റി എന്താണോ അത് അംഗീകരിച്ചുകൊണ്ട് ന്യൂസ് 8 കൂടെ നിൽക്കുന്നതിന് വളരെ സന്തോഷം. താങ്ക്സ്. പിന്നെ ഞാൻ മലപ്പുറം അല്ല, ഞാൻ പാലക്കാട്. അതല്ല, ഞാൻ ഇൻട്രൊഡക്ഷൻ സമയത്ത് എവിടെ നിന്നാണ് ഐശ്വത്തു വെച്ചപ്പോ ഞാൻ മലപ്പുറം എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലല്ലോ? അത് ഈ ചെർപ്പുളശ്ശേരി പാലക്കാടാണോ മലപ്പുറം ആണോ എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് കൺഫ്യൂഷൻ. അതുകൊള്ളല്ല, അതിപ്പോ പാഠശാലയാണെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ചെർപ്പുളശ്ശേരി മലപ്പുറത്താണോ പാലക്കാടാണോ എന്ന് പ്രിയപ്പെട്ട ചെർപ്പുളശ്ശേരിയുള്ള പ്രേക്ഷകർ ദയവേത് ക്ഷമിക്കുക. ചെർപ്പുളശ്ശേരി ഇപ്പോഴും ഏത് ജില്ലയിലാണ് ശബ്ദത്തിൽ? അതായത് മലപ്പുറത്ത് എത്താൻ ഞങ്ങൾക്ക് ഒരു 1/2 മണിക്കൂറിന്റെ ഡ്രൈവ് മതി. പാലക്കാട് എത്താൻ ഞങ്ങൾക്ക് അത് പോരല്ലോ. അല്ല, ഞങ്ങൾക്ക് ഫുഡ് ആണെങ്കിലും
പ്രോപ്പർ പാലക്കാട് കിട്ടുന്ന ഫുഡല്ല ചെർപ്പുളശ്ശേരി. മലപ്പുറം ടേസ്റ്റ് ആണ് നമുക്ക്. അതുപോലെ കൾച്ചർ ആണെങ്കിലും എല്ലാം നമുക്ക് കുറച്ചും കൂടി മലപ്പുറമാണ് നമ്മൾ അടുത്തേക്കുന്നത്. അതുകൊണ്ട് മലപ്പുറംകാരോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക അതൊരു കാര്യമുണ്ട് കേട്ടോ. എന്റെ ഒരു സുഹൃത്തുണ്ട് ഇത് മലപ്പുറത്ത് തേഞ്ഞിപ്പാലത്തുള്ളത്. അപ്പോഴാ ആ സുഹൃത്താണെങ്കിൽ എപ്പോഴും എവിടെ നിന്നാണെന്ന് ആരെങ്കിലും വേറെ ആരെങ്കിലും ചോദിച്ചാൽ തേഞ്ഞിപ്പാലം അത് തന്നെ. പക്ഷെ ഞാൻ എവിടെ നിന്നാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എപ്പോഴും കോഴിക്കോട് എന്നേ പറയുള്ളൂ. പക്ഷെ കോഴിക്കോടുമായിട്ട് ഏറ്റവും സ്ഥലമാണ്. അതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് വരും. പക്ഷെ എപ്പോഴും കോഴിക്കോട് എന്നാണ് പറയുന്നത്. മലപ്പുറം എന്ന് അങ്ങനെ വരാറില്ല അധികമായിരുന്നു. പക്ഷെ അവളുടെ അഡ്രസ് നോക്കുമ്പോൾ മലപ്പുറം എന്ന് കാണാറില്ല. പോലെ എനിക്കൊരു ടാസ്ക് തരാം. ഓണാണ്. അപ്പോൾ നമ്മൾ ഓണപരിപാടി ചെയ്ത് തീരുമാനിച്ചു. നമ്മൾ കുറെ ഗസ്റ്റിനൊക്കെ തപ്പി ഇപ്പോൾ ആങ്കർ ചെയ്യാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അജയനെ തീരുമാനിക്കുകയാണ്. നിനക്ക് കിട്ടിയ ഗസ്റ്റ് ഹണി റോസ് ആണ്. 3 ചോദ്യങ്ങൾ വേഗം ചോദിക്കാം. ഹണി റോസ് നീ ചോദിക്കും. അല്ല ഇന്റർവ്യൂ സ്റ്റാർ ഹരിയാണ്. ടാസ്ക് നിനക്കല്ല. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന ദൗത്യം അത് ഒരു പരിഭ്രമം കൂടെ ചെയ്യണം. കേൾക്കാനും കഥ പറയാനും ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഈ സമയത്ത് ആലോചിക്കും. പെട്ടെന്ന് വരുന്ന 3 ചോദ്യം. ഇപ്പോ മലയാളത്തിലധികം ചലച്ചിത്രങ്ങളിലധികം കാണാറില്ലല്ലോ. കൂടുതൽ ഈ ഉദ്ഘാടന വേദികളിലാണ് കാണാറുള്ളത്. അപ്പോൾ അത് വെച്ച് ട്രോൾസ് ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് അതിനെ പറ്റിയ അഭിപ്രായം? ഓക്കെ. പിന്നെ ഇപ്പോ ഈ കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് അവിടെ പോയപ്പോൾ എന്താ കൂടുതൽ റെമ്യൂണറേഷൻ കാരണമാണോ അതോ എന്ത് കാരണമാണ് ഇപ്പോൾ അന്യഭാഷകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്? ആദ്യം ചോദിച്ചത് സിനിമയിലൊന്നും കാണാറില്ല എന്നല്ലേ? ഞാൻ മലയാള സിനിമ എന്നാണ്. മലയാള സിനിമ മലയാള സിനിമ നീ പറഞ്ഞില്ല, ചിത്രങ്ങളിൽ കാണാറില്ല. എന്നാ ഓക്കെ, മലയാള സിനിമയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അവിടെയാണ് മലയാള സിനിമയാണ് നിങ്ങൾക്ക് -2 പോയിന്റ് വരും കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇപ്പം ബാലയ്യയോട് അഭിനയിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ്. ജയ് ബാലയ്യ. ഓക്കെ, അപ്പൊ ഹണിറോസിന് ഇന്റർവ്യൂ ചെയ്തോ. കൊള്ളാം. ഇനി ഒരു ടാസ്ക് എന്തായാലും നിങ്ങൾ ജേർണലിസം ഡെസ്കിലേക്ക് വന്നല്ലേ, ഈ ഡെസ്കിന്റെ ഒക്കെ ഒരു രീതിയൊക്കെ കണ്ടിട്ട് ഈ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അവരല്ലാത്തവർക്കൊക്കെ. ഇപ്പോൾ ദിൽന, ഐഷത്തുൽ ആദ്യം വന്നെങ്കിൽ പോലും ദിൽന എങ്ങനെയുണ്ട് ഈ ആങ്കറിംഗ് ആണോ റിപ്പോർട്ടിംഗ് ആണോ രസമായി തോന്നുന്നത്? എനിക്ക് റിപ്പോർട്ടിംഗ് ആണ് രസമായി തോന്നുന്നത്. കാരണം ഫീൽഡ് പോലെ ഇന്നലെ പോയപ്പോ നല്ല രസം തോന്നി. നല്ല രസം എല്ലാവരുടെ അടുത്തും പോയി സംസാരിച്ച് നോക്കാൻ. ലൈവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും, ഐ മീൻ അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആണ് ആൾക്കാരുടെ അടുത്ത് നേരിട്ട് പോകുമ്പോൾ. പക്ഷെ ഫ്ലോറിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു അയ്യോ നമ്മളെന്തോ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാണ് പലതിനെയും എന്നുള്ളൊരു സാധനം വരാറുണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പൊ ഉത്രാടപ്പാച്ചിലിന് പോയപ്പോഴൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഹാൻഡിൽ ചെയ്യും, കുഴപ്പമില്ലാത്ത രീതിയിൽ. സോഫ്റ്റ് വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സുഖം ഔട്ട്ഡോർ പോയിട്ട് ചെയ്യാനാണ്. വാ ദിൽന നമുക്ക് വേണ്ടി ഇപ്പൊ ഈ ഫ്ലോറിൽ ആങ്കർ ചെയ്യും കേട്ടോ. ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ദിൽന വാർത്ത വായിക്കാൻ പോവുകയാണ്. ആ വാർത്ത ഇതാണ്: ശൂന്യാകാശത്ത് ഒരു ഓണാഘോഷം നടന്നു. ആ ഓണാഘോഷത്തിനിടയിൽ ആ ബലൂൺ പൊട്ടി 4 പേർക്ക് പരിക്കേറ്റു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ഒരാൾ റിപ്പോർട്ട് ചെയ്യണമല്ലോ അല്ലേ? സാരംഗേ വാ. സാരംഗ് ഇവിടെ ഇരുന്നു. അപ്പോൾ സാരംഗിനെ കൃത്യം ഞാൻ വിട്ടിരുന്നോളാം. ഓക്കെ, അപ്പൊ സാരംഗ് അത് ലൈവ് റിപ്പോർട്ട് ചെയ്യണം. ആ മൈക്കൊന്ന് കൊടുത്തേ. വാർത്ത വായിക്കാൻ പോകുന്നത് ദിൽനയാണ്. ദിൽന ചോദ്യം ചോദിക്കും. ദിൽന ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് സാരംഗ് ഗംഭീരമായ മറുപടി പറയും. ഓക്കെ, റെഡി? ഓക്കെ, വാർത്ത എങ്ങനെ റെഡി അല്ലേ? ഇത് എൽദോ ചേട്ടന്റെ പണിയാണ്. ഓക്കെ, അതാണ് ക്യാമറ. യെസ്, നമസ്കാരം. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ്. ശൂന്യാകാശത്ത് ഓണപരിപാടി നടക്കുന്നതിനിടയിൽ 4 പേർക്ക് ബലൂൺ പൊട്ടി അപകടം ഉണ്ടായിരിക്കുകയാണ്. 4 പേരുടെയും നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ പ്രതിനിധി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ 4 പേരുടെയും നില എന്താണ്? കൂടുതൽ എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം? തിരുവോണം നാളിൽ ഇന്ന് രാവിലെ തൊട്ടാണ് ബഹിരാകാശത്ത് വെച്ച് നമുക്ക് ഓണാഘോഷങ്ങൾ തുടങ്ങിയത്. അതിനിടയിലാണ് 3 പേര് ബലൂൺ പൊട്ടി താഴേക്ക് പതിച്ചത്. അതിൽ കൂടുതൽ പേർക്ക് പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിവിദഗ്ധമായിട്ട് അവർ രക്ഷപ്പെട്ടത് കൊണ്ടാണ് അത്രയും പേർക്ക് അതിൽ നിന്നും ദാരുണമായ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത്. പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. പോലീസ് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടു എന്നാണ് ഇടപെട്ടോട്ടെ. ഈ ബലൂൺ പൊട്ടി ശ്വാസം കിട്ടാതെയാണോ അവര് പരിക്കേറ്റത്? പരിക്കേറ്റത് ശ്വാസം
അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊക്കെ വീട്ടില് ബലൂൺ വീർപ്പിക്കുമ്പോ നമുക്കൊക്കെ ശ്വാസതടസ്സം എനിക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേണ്ട, നീ വാർത്ത വായിക്കണ്ട ഇവിടെ പറഞ്ഞില്ലല്ലോ. ആസ്മയുള്ള കുട്ടിയാണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇവിടെ വാർത്ത വായിക്കുമ്പോ പ്രശ്നം. നോട്ട് ചെയ്ത വേണ്ട. അല്ല സാറൊക്കെ ഇടയ്ക്കൊന്ന് വിറച്ചല്ലോ. മൈക്ക് പറ. അവനൊരു തബല ഇട്ടിരുന്നെങ്കിൽ അവൻ കൈയിട്ട് 2 കൂടെ പൊട്ടിച്ചു തന്നെ. അത്രയ്ക്ക് പറയാനുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ദില്ലയ്ക്കോ വാർത്ത വായിക്കുന്ന ഒരു ഫീൽ കിട്ടിയോ? ക്യാമറ തന്നെ നോക്കിയല്ലേ ചെയ്തു? ക്യാമറ തന്നെ നോക്കി. പക്ഷെ ഇത് ഇവിടെ ഈ എന്താ ഹരി, എന്താ നിന്റെ പേര്? കൂടെ ജോയിൻ ചെയ്ത ഒരാളുടെ പേര് പോലും അറിയില്ല. ആങ്കർ തെറ്റിച്ചു, ഇപ്പൊ കൂടെയുള്ളവർ തെറ്റിക്കുന്നു. ഇല്ല, ഹരി ഇവിടെ കിടന്ന് നിങ്ങളെല്ലാരും ചിരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇനി കോമഡി ആയോ. അപ്പൊ അവനെ നോക്കിയപ്പോ അവൻ വിറയ്ക്കുന്നിരുന്നിട്ട്. അപ്പൊ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഇടപെട്ടതാ. പക്ഷെ അത് എനിക്ക് പണിയായി പോയി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണല്ലോ ഈ ഇടപെടൽ. അത് ആങ്കറിങ്ങിന്റെ ഒരു നല്ല പാടാണ്. നമുക്കൊരു നമ്മുടെ കൂടെയുള്ള ആളുകളെ ഏറ്റവും ഭംഗിയെ നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഇവരുടെ വർത്തമാനങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ തിരികെ എത്താം. ഒരു ഇടവേള കൂടി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം പിള്ളേരോണത്തിലേക്ക്. പിള്ളേരോണത്തിൽ ഒരു പറ്റം പിള്ളേരാണ് എന്ന് പറയപ്പെടുന്ന വയസ്സന്മാരും വയസ്സുകളൊക്കെ നിൽക്കുന്നു. എൻ്റെ 2 വർഷങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണത് സ്വയം ഉള്ള ഒരു ഇൻസെക്യൂരിറ്റി കാരണമല്ലേ? അല്ലേ 25 ബിലോ ആണ്. 1-2 പേര് വെയിറ്റിലാണോ? പ്രായത്തിലോ? ശരി, ഓക്കെ. അപ്പൊ ഈ ആദ്യം ഇപ്രാവശ്യത്തെ ന്യൂസ് 18ന്റെ റിക്രൂട്ട്മെന്റ് അങ്ങനെയല്ലേ, യങ്സ്റ്റേഴ്സിനെ വേണമെന്നല്ലേ? കണ്ടോ ഞങ്ങളൊക്കെ നിരന്നിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്. ആണോ? എല്ലാ മാനേജ്മെന്റിനും ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴായിട്ട്, പല സമയങ്ങളിൽ. നമ്മളെ ഇൻട്രോ കൊടുത്തപ്പോഴും അത് തന്നെയാ പറഞ്ഞത്. എൽദോ വരും, ഇതാണ് നമ്മുടെ പുതിയ ടീം. കണ്ടില്ലേ, നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ന്യൂസ് 18 ഇത്രയും പേര്, അതും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ ഏജ് ഗ്രൂപ്പ് മനസ്സിലായില്ല. കൂട്ടത്തിലൊരു തലമൂത്തയാൾ, എല്ലാ കൂട്ടത്തിലും ഒരു തലമൂത്തയാൾ ഉണ്ടാവല്ലോ. എന്നാ തലമൂത്തയാള് പറയൂ. അപ്പം സാർ നമുക്ക് ഇൻട്രോ തന്നത് തന്നെ അങ്ങനെയാണ്. ഇവരെല്ലാം വിളിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാസ് റിക്രൂട്ട്മെന്റ് കുറച്ചു കാലത്തിന് ശേഷം നടത്തുന്നത്. ഇതാണ് നമ്മുടെ പുതിയ മുഖം എന്നാണ് പറഞ്ഞത്. ഈ ബ്രേക്ക് പോയ സമയത്ത് പറഞ്ഞ എന്താ പറയാ കൃഷ്ണൻ, ഞാൻ കോളേജിൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ എന്റെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടോ? അതായത് ഈ ആലോചിച്ച് നോക്കണം ഇവരുടെ പ്രായം. അല്ല, ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കോളേജിലല്ല പഠിപ്പിച്ചത്. ഞാൻ ഇതാണ് ബാങ്ക് ടെസ്റ്റും SSCക്കും ഒക്കെ ക്ലാസ്സസ് എടുക്കും. ബാങ്ക് ടെസ്റ്റ് എഴുതുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണല്ലോ. അതിലും മേലെയാ. കോളേജൊക്കെ കഴിഞ്ഞ് ജോലി നോക്കുന്ന ആൾക്കാരെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതൊരു രസമല്ലേ, ഒരു ഫണ്ടിന് വേണ്ടി പോയതാ. കുറച്ച് കൂടി പോയി. കൃഷ്ണൻ ബേസിക്കലി ഒരു ആർക്കിടെക്ട് അല്ലേ? ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഈ വഴിക്ക് വന്ന? ഇത് ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തതെന്ന് പറയുന്നതിനേക്കാളും മീഡിയ ശരിക്കും എന്നെയാണെങ്കിലും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇങ്ങോട്ടാണ് ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ്. എനിക്ക് അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് അച്ഛനോട് പറയുന്നത് എനിക്ക് ജേർണലിസ്റ്റ് ആകണം എന്നാണ്. അല്ലല്ല, അപ്പൊ അച്ഛൻ എന്നോട് പറയാം, വെറുതെ മൈക്കും തൂക്കി പിടിച്ച് നടക്കാൻ പറ്റൂല എന്നാ. എന്നിട്ട് മൈക്ക് പിടിച്ചോണ്ടെങ്കിൽ നടക്കുന്നത് ശരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അത് അവിടെ വെച്ച് നിർത്തി. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ലോയർ ആവണം. അപ്പൊ എന്റെ അമ്മയുടെ ഒരു ബോസ് എന്നോട് പറഞ്ഞു, വെറുതെ ഷീറ്റിനടിയിൽ പോയി എവിടെയെങ്കിലും വെയിൽ കൊണ്ടോ അല്ലെങ്കിൽ വെയിൽ അങ്ങനെയൊക്കെ ഇരിക്കാം, ലോയേഴ്സിനൊന്നും പണിയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവർ രണ്ടുപേരും ഗവൺമെന്റ് സർവൻസ് ആണ്. അപ്പൊ അവർക്കും അങ്ങനെ ഒരു താല്പര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ മറ്റേ ബാങ്കും SSC ഒക്കെ പഠിക്കാൻ പോയത്. കുറെ കാലം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഉള്ളവർ പറഞ്ഞു, നീ ഒരു കാര്യം പഠിപ്പിക്കുന്നു പറഞ്ഞു. അതായത് അത്ര എഴുതിയിട്ടും ഒരിടത്തും കിട്ടുന്നില്ല, ഒരു ബാങ്കിലും പരീക്ഷ എഴുതി പാസ്സായില്ല. അപ്പൊ അവർ നോക്കിയപ്പോ ഇത്രയും നാൾ കാണാപ്പാടം പഠിച്ച ഒരാളല്ലേ, പഠിപ്പിക്കട്ടെ എന്ന് കരുതിക്കാണ്. അത് അവർക്ക് പഠിച്ച് എക്സ്പീരിയൻസ് ആയി പിന്നെ പഠിപ്പിച്ചോളാം പറഞ്ഞു. അവർക്ക് നഷ്ടമാണെന്ന് തോന്നി, അവർക്ക് തന്നെ മടുക്കൂലേ? ഓക്കെ, അപ്പൊ ഹരി ആദ്യം ഇപ്പൊ അനുശ്രീന്റെ പാട്ട് കേട്ടു. ഇനി ഹരിയുടെ പാട്ടാണ് വേണ്ടത്. നമുക്ക് കുറച്ചൊരു ഒരു ഓണം കളർ അല്ലെങ്കിൽ വൈബ് എന്തെങ്കിലും പാട്ട്. തിരുവാമണിന്റെ അഭിനയിച്ച് കേട്ട് നിങ്ങൾക്ക് എന്നെ ബോറായില്ലേ? പിന്നെ ഇപ്പൊ ഹരി ഉദ്ദേശിച്ച പാട്ട് ഏതാ? അല്ല, ഞാനൊരു റൊമാൻറ്റിക് വൈബ് പഠിക്കാന്ന് വിചാരിച്ചു. ഓണം അല്ലാതെ വേറെ ഏതെങ്കിലും ജോണർ പറ, ഞാൻ പാടാം. അല്ല, ഈ പ്രായം കുറഞ്ഞവരാകുമ്പോ ഇതുപോലെ റൊമാൻറ്റിക് പാട്ടൊക്കെ ആയിരിക്കും മനസ്സിൽ വരിക ഇല്ലേ?
ശരി, എന്നാ റൊമാൻസ് ആവാം. ഈ ഓണപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഏതോ ഒരു പാട്ട് പറഞ്ഞായിരുന്നു, ഓണവില്ലിൻ. 5-6 വർഷമായി കേട്ടിട്ട് അത് ദിലീപ് ഫാൻ ആയതുകൊണ്ട് അവന്റെ ഒരു സ്വകാര്യ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞു. ഓണവില്ല. ശരി, ലിറിക്സ് നോക്കാൻ പറ്റില്ല. മൈക്ക് നേരെ പിടിക്കുക. ഇതൊക്കെ ഇവനെ 2 ആഴ്ച മുന്നേ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇപ്പൊ പറഞ്ഞ പാട്ടല്ലേ? നിങ്ങൾ തമ്മിലുള്ള അന്തർധാന ഓണവില്ലിനൊക്കെ ഗ്രൂപ്പായിട്ട് പാടേണ്ട പാട്ടല്ലേ? ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടും. ഗ്രൂപ്പായിട്ട് പാടും. നീ സിംഗിൾ ആയിട്ട് പാടിയാൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടും. ഞാൻ എന്റെ കഴിവ് പുറത്തെടുക്കാൻ പോരട്ടെ. ഓണവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ശരി, കഴിവ് പുറത്തെടുക്കാവുന്ന പരമാവധി കഴിവായിരിക്കും തന്നെ. പരമാവധി കഴിവായിരിക്കും പുറത്ത് വരേണ്ടത്. അല്ലാണ്ട് പിന്നെ പകുതി വന്നോളൂ കുറച്ചേ പോകുന്നു പറയരുത്. എന്നാ ഓക്കെ, പോരട്ടെ. ഏതെങ്കിലും പാട്ട് മതി. ശരി, റൊമാൻറ്റിക് ഇപ്പൊ മനസ്സിലായില്ലോ തന്തവി പാർക്കാന്ന്. റൊമാൻറ്റിക് പാട്ട് നിങ്ങളെ ഫീൽ പിടിച്ചാൽ മതി. ഫീൽ പിടിക്കണം. ആദ്യത്തെ 60 രൂപയില് കുറച്ച് സൗണ്ട് പോയില്ലേ? അടിപൊളിയാണ്. അതെന്നെ തൊണ്ട പോയെങ്കിലും നല്ല രീതിയിൽ പാടി. നീ എന്താ ജെയ്ക്സ് ബിജോയ് ആവുന്നു? കൂടെ വന്നിട്ട് കുറച്ച് ബീഗം തള്ളി കൊടുക്ക. പിന്നെ ഹരി എന്റെ അടുത്ത് സത്യസന്ധമായിട്ട് പറയാ അജയ്, എങ്ങനെയുണ്ടായിരുന്നു ഹരിയുടെ പാട്ട്? ഹരിയുടെ പാട്ട് നല്ലായിരുന്നു. അവൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അവനാണെങ്കിൽ 60 രൂപ വിളിച്ചിട്ട് തൊണ്ട പോയെന്ന്. അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവൻ നല്ല രീതിയിൽ പാടി. ഹരി അജയും തമ്മിൽ കുറച്ചധികം കാലത്തെ ബന്ധമുണ്ട് കേട്ടോ. ഇവിടെ വന്നുള്ള പരിചയം അല്ല, നേരത്തെ അറിയാവര്. നേരത്തെ അവർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ്. അതെ, രക്തബന്ധോ അല്ല, ഇവര് തമ്മിലുള്ള അന്തർധാര വളരെ ദളപതിയിലും മറ്റേ മമ്മൂട്ടിയും രജനിയും എന്താ ചേട്ടാ, ഇത് കഴിഞ്ഞിട്ട് അജയുടെ എന്തെങ്കിലും പ്രോഗ്രാം വെക്കാം. അപ്പൊ ഹരി ഇതേപോലെ തിരിച്ച് സപ്പോർട്ട് ചെയ്യും. അത് അവര് പുറത്ത് മനസ്സിലാവൂലേ? എനിക്ക് പാടാനൊന്നും പറഞ്ഞൂടാ, ഞാനിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എന്താ അജയ്ക്ക് പറ്റുന്ന കാര്യമല്ലേ? എനിക്കെന്താ, എനിക്ക് ഇതുപോലെ എന്തെങ്കിലും കോലടിക്കുക അതല്ലേ? എല്ലാരും എന്റർടൈൻ ചെയ്യും. ഇപ്പൊ എന്റർടൈൻ ചെയ്യാമോ? ഇപ്പൊ നല്ല എന്റർടൈൻ. അജയ്ക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കമോൺ ഏതാ അത്? ഞാൻ ചുമ്മാന്ന് പറഞ്ഞത്. ചെയ്യോർണം ഫ്ലാറ്റാണ് പെണ്ണെ, ഫ്ലാറ്റ് എടുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല ഫ്ലാറ്റ് ആക്കിയ പെണ്ണെ ഫ്ലാറ്റ് ഉണ്ട് പോകാം. ഒരു കണ്ണട കിട്ടുമോ? കാണാതിരിക്കുന്നത് ന്യൂജൻ അല്ലേ? ആ കണ്ടാ ആ തന്ത വൈബ്. പറ്റണില്ല. ഫ്ലാറ്റാക്ക് പിസിആറി തന്നെ പറഞ്ഞു അവന്റെ വളിപ്പ് മതി ബ്രേക്ക് എടുക്കാൻ. ചേട്ടാ വേഗം ബ്രേക്ക് എടുത്ത് തിരിച്ചാ ബ്രേക്ക്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം പിള്ളേരോണത്തിലേക്ക്. പിള്ളേരോണത്തിൽ ഇവരിങ്ങനെ പാട്ട് മർത്താനും ചിരിയൊക്കെയായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഞാനും ആ ഒരു വൈബ് പിടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ എൻ്റെ വൈബിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവനെ നിയമം മൂലം നിരോധിക്കേണ്ടി വരുമെന്നാണ് തോന്നണേ. അനുശ്രീ, സമയമായി. ഒരു ഇപ്പൊ വേദി തന്നു, വേദി കിട്ടി, എന്താ ചെയ്യാൻ പറ്റുക? സ്റ്റാൻഡപ്പ് കോമഡിക്ക് പൊതുവെ എനിക്ക് സ്ക്രിപ്റ്റ് വേണം. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. പക്ഷെ എല്ലാരും എന്റെ കൂടെ നിക്കണം. എല്ലാരും ചിരിക്കണമെന്നാണോ? ചിരിക്കണ്ട, എല്ലാരും എന്റെ കൂടെ ചെയ്യണം. ഓക്കെ, ചെയ്യും. എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയം വേണം. ഹരി ആ മൈക്കിന് കൊടുക്കരുത് കേട്ടോ, ഞാൻ പറയാതെ. നീ നാളെ ഉൾക്കൊണ്ടിട്ട് വന്നാ മതി. അതായത് നമുക്കിപ്പോ ഒരു ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടല്ലോ ലീൻ സാറിന്റെ, അതെങ്ങനെ സംഭവം നമുക്കത് കാണിച്ചു കൊടുക്കാം. അപ്പൊ 2 മണി നമ്മുടെ എഡിറ്ററാണ്, എഡിറ്റർക്ക് തന്നെ പാട്ടിരിക്കട്ടെ. ഇതുപോലെയുള്ള പിള്ളേരെ എടുത്ത് വെക്കുന്ന എഡിറ്റർമാർക്ക് ഇത് തന്നെ വേണം. ലീൻ സാർ അടുത്ത റിക്രൂട്ട്മെന്റിന് മുന്നേ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. 2 മണി നമ്മളൊക്കെ ഡെസ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മള് പരസ്പരം ഇങ്ങനെ ചോദിക്കും, എടി പോണ്ടേ, ഇന്ന് മീറ്റിംഗ് ഉണ്ടാ, ഇങ്ങനെ ചോദിക്കും.
എന്നിട്ട് പതിയെ പതിയെ ഞങ്ങൾ എണീറ്റ് പോകും. എണീറ്റ് എവിടെയെന്ന് ലീൻ സാർ കയറി വരും. എന്നിട്ട് ഞങ്ങളൊക്കെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ സാറ് എന്തായി എന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. സാർ ഒന്നുകൂടെ ചോദിക്കും എന്തായി, ഒന്നും ആയില്ല. അല്ല അന്ന് പറഞ്ഞ സാധനം എന്തായി? അന്നേരം കൃഷ്ണ ചേച്ചി പറയും എന്ത് പറയുന്നേ പറഞ്ഞോട് സാർ ഞങ്ങൾ അന്നത്തെ ആ സാധനം ഇല്ലേ അത് ഇത്രയായി, അത് വേറെ ടോപ്പിക് ഉണ്ടാവും, അത് പോട്ട് ഇത്രയായിന്ന് പറയും. അന്നേരം ഹരി അതിൽ സജഷൻ പറയും അതിങ്ങനെയായിരുന്നേ കൊള്ളായിരുന്നു. അപ്പൊ സാറ് നടക്കൂല, അത് പഴയതാ, ഇതൊക്കെ പണ്ടത്തെ ഐഡിയ, അത് വീട് പുതിയത് കൊണ്ടുപോവാ. ഈ ഓണപരിപാടിക്ക് ഇടപെടാണ്. ഓണപരിപാടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അജയ്? നമുക്ക് ഡംഷറാർട്സ് ചെയ്യാം. നീ ഇപ്പോഴും 95 പിള്ളേരോളം ചെയ്യാൻ എല്ലാ മീറ്റിങ്ങിലും ഊക്കും അങ്ങനെ മെയിൻ ആളാ ചെയ്യാ. അയ്യോ എനിക്ക് പല സന്ദർഭങ്ങളിലും നല്ല രീതിയിൽ ഉപയോഗപ്പെട്ടിട്ടുള്ള സാധനമാണ് ഈ ദംഷരാട്സ്. ഞാൻ ആദ്യമായിട്ട് എന്റെ എക്സിനെ പരിചയപ്പെട്ട ദംഷരാട്സ് കളിച്ചിട്ട് അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഇത്രയും നേരം ഇതിൽ പിടിച്ചത്. 16 പെണ്ണ് ഫ്രണ്ട്സ് ഉണ്ട്, 32 എക്സുകളും ഉണ്ട്. എടാ ഈ കുരുന്ന് ഹൃദയത്തിനുള്ളിൽ ഇത്രയും വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നോ? അതെ, തന്തവയവല്ല യങ്സ്റ്റേഴ്സ്. ശരി പറയ്, എങ്ങനെയാ ഡംഷറാട്സ് വഴി എക്സിനെ പരിചയപ്പെട്ടത്? അതൊരു കല്യാണ വീടായിരുന്നു. അപ്പൊ കല്യാണ വീട്ടില് ഈ പിള്ളേർ നമ്മൾ യങ്സ്റ്റേഴ്സ് പല ഗെയിംസും കളിക്കുമല്ലോ. അപ്പൊ ഗെയിംസ് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ചുമ്മാ ഒരു ഗെയിം ഇങ്ങനെ വെച്ചു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, ആ ആള് അടുത്ത ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ അഭിനയിച്ചിട്ടാണോ അതെന്റെ ഈ ലുക്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് കോമിക് ടൈമിംഗ് കാണിക്കാൻ പറ്റുമോ? അന്ന് കാണിച്ച സിനിമ പേര് ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? ഒരു ടാസ്ക് ഞാൻ അങ്ങോട്ട് സിനിമ പേര് അവരാട്ടോ പറയേണ്ടത്. ഓക്കെ ശരി. മനസ്സിലാവട്ടെ. പേര് കൊടുത്തിട്ടുണ്ട്, ഇവര് പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ പറയാം. എഴുന്നേറ്റ് നിന്നാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണോ? ഇരുന്നൂറ് ചെയ്യാൻ പറ്റുന്നതാണോ? ഉറപ്പാണോ? ശരി ഓക്കെ. അസാധ്യ കോൺഫിഡൻസ് ആണ്. അല്ല അവൻ എന്തെങ്കിലും ശബ്ദം മലയാളല്ലേ? മലയാളല്ലേ? ഒന്നാമത്തെ വാക്ക് പെൺകുട്ടി ആ ടൈപ്പ് ആണ്. എന്തേലും അങ്ങനെയാണോ? സ്ത്രീകളാണോ? എടാ ഓക്കെ പോട്ടെ പോട്ടെ. ആരോ നായകൻ ആരോ നായിക? ഫ്രണ്ട്സ് ആണോ? ഇതൊക്കെ ഇപ്പൊ എങ്ങനെ ഇവിടെ ഇരുന്ന് കാണിച്ചു കൊടുക്കുക? ഈ ആളാണോ പിന്നെ അന്ന് ഈ പേരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ സമയമില്ലാത്തോണ്ട് ഇടപെടുന്നു. ഞാനൊരു ചെറിയ പേരാ പറഞ്ഞു കൊടുത്തു, രതിനിർവേദം. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ പടമാണ്. ഇടയ്ക്കൊന്ന് റീമേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അല്ല ഇടയ്ക്കൊന്ന് റീമേക്ക് ചെയ്തതാണ്. രണ്ടാമത് ഇല്ലേ റീമേക്ക് ചെയ്തതാണ്. ഇത്രയും തന്തമയമുള്ള പടമൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലേ ആ തന്തമയുള്ള പടത്തിന്റെ പേര് പറഞ്ഞ കൂട്ടുകാരനാണ് കേട്ടോ. നാണം കെടുത്തിയല്ലേ ചതിയ. ശരി അപ്പൊ പറയ് ബാക്കി. അനുശ്രീ എങ്ങനെയുണ്ട് ബാക്കി? ലീൻ സാറിനുള്ള ബാക്കി പണി? ലീൻ സാർ അവിടെ വരെ പറഞ്ഞു. അപ്പൊ സാറ് അടുത്ത പോയിന്റ് ചോദിക്കും. അപ്പൊ നമ്മള് പറയും. ഈ സാറ് കുറെ റിപ്പീറ്റ് ചെയ്യും. ലാസ്റ്റ് സാറ് തന്നെ ഒരു ഐഡിയ ഇങ്ങോട്ട് പറയും. എന്നിട്ട് നമ്മള് സെറ്റ് ആക്കാന്നൊക്കെ പറയും. സാറ് പറയും എന്നാ പിന്നെ അടുത്ത ദിവസത്തെ മീറ്റിംഗ് കാണാന്ന് പറഞ്ഞ സാറ് പോകും. പിന്നെ ഞങ്ങളൊരു 3 മിനിറ്റ് അവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു ഐഡിയ കിട്ടാണ്ടാവും പോവും. ഞാൻ സാറിന് നിങ്ങൾ ഇത്ര പറഞ്ഞല്ലേ സാറ് കാര്യം പറയട്ടെ. സാറിനോട് നമ്മളൊരു കാര്യം പറയാന്ന് വെച്ചോ. സാറിന് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ സാറ് അല്ലേ ഇത് ഓർഡർ പോകുന്നില്ല കേട്ടോ. ലീഡ്സ് അത് കാണിക്കുന്നില്ല. അല്ല ആക്ച്വലി ഇവള് പറഞ്ഞ ആ സംഭവത്തിൽ എനിക്ക് ഉപമ തോന്നിയത് ഈ മറ്റേ അഴകിയ രാവണൻ സിനിമയില് ഈ പാട്ടിരുന്ന് കമ്പോസർമാര് പറഞ്ഞു കൊടുക്കുമ്പോ മമ്മൂട്ടി അവിടെ ഇരുന്ന് താരാരരാ താരാരരാ ഈ അഴകിയ രാവണൻ സിനിമയില് അതിനകത്ത് മറ്റേ കമ്പോസർമാര് ഈ പാട്ടിന്റെ ആ ഫിലിമിന് വേണ്ടിയിട്ടുള്ള പാട്ട് അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്ത് കേൾപ്പിക്കുമ്പോ മമ്മൂട്ടി അടുത്ത് വീണ്ടും എപ്പോഴും പറയുന്നത് ആ ഒരു ഇതാണ് പറയുന്നത്. എപ്പോഴും പഴയ ഐഡിയയിലോട്ട് തന്നെ വരും. സാർ ഉദ്ദേശിച്ച ഐഡിയയിലോട്ട് സാർ ഉദ്ദേശിക്കുന്ന പഴയ ഐഡിയയിലേക്ക് ഇവർക്ക് വരേണ്ടി വരുന്നു എന്നുള്ളതാണ്. സാർ ഉദ്ദേശിച്ച ഐഡിയ അതല്ല, സാർ ഉദ്ദേശിച്ച ഐഡിയ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞ ഐഡിയാസ് പഴയ ഐഡിയ. അടുത്ത മീറ്റിംഗ്
തുടങ്ങുമല്ലേ ഇത്ര ഞാനില്ല. ഈ ഒരു ടൈം സ്ലോട്ട് ശരിക്കും 2 to 3 ആണ് നമ്മുടെ ഈ മീറ്റിംഗിന്റെ സമയം. എന്തായാലും സാർ ഇത് കാണുന്നുണ്ട്. അടുത്ത മീറ്റിംഗിൽ എന്തൊക്കെയുണ്ടാവും ഉറപ്പായിട്ട് കാണുന്നുണ്ട്. ഇതോടുകൂടി മീറ്റിംഗ് നിർത്താനുള്ള എല്ലാ സാധ്യതയും നമ്മൾ ഈ പണി ചോദിച്ചു വാങ്ങുന്ന ചിലരുണ്ട്. അല്ലല്ല, ഞാൻ പേര് പറയാ, ഞങ്ങളുടെ എഡിറ്റർ ലീൻ സാറിനായിരിക്കും. പണി ചോദിച്ചു വാങ്ങിയത് നിങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ, ഐശ്വര്യത്തുള്ള എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ ഒരു പണിയൊന്നുമില്ല. ഐശ്വര്യത്തുള്ള എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ ഓണമല്ലേ, ഓണത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മാപ്പിളപ്പാട്ട് ഭയങ്കരമാണ്, നമുക്കൊരു മാപ്പിളപ്പാട്ട് കാണാം. ഇതിപ്പോ റീടേക്ക് എടുക്കാൻ പറ്റില്ല, ലൈവാണ്. ഗ്രൂപ്പായിട്ട് പാടാം. ആ കണ്ട, സിംഗിൾ ആയിട്ട് ഗ്രൂപ്പ് പാടാം. നമുക്ക് അറിയാവുന്ന പാട്ടാണെങ്കിൽ കൂട്ടും. അറിയാവുന്ന പാട്ട് പെട്ടെന്ന് പഠിക്കോ. ഏത് പാട്ട്? ആ ഇഷ്ടമുള്ളത് പാട്ടും പാട്. പോരട്ടെ. റെഡി, 1 2 3. സംഗൃതമോടെ തീരും നശിപ്പിച്ചു. വേറെ എന്തെങ്കിലും നമുക്ക് എൽദോ ചേട്ടാ, നമുക്ക് ഇത്രയും വേണ്ടി നമുക്ക് കേറുമ്പല്ലേ ആകെ ടെൻഷൻ എന്തായിരുന്നു, എങ്ങനെയാണ് 1 hour ഇത് കൊണ്ടുപോകാന്ന്. അപ്പൊ എൽദോ ചേട്ടൻ അത് അടിപൊളിയായിട്ട് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എൽദോ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും ഒരു പാട്ട്. നമ്മുടെ കൂട്ടത്തിലെ മൂത്താൾക്ക് വേണ്ടി നമ്മൾ യുവാക്കൾ സമർപ്പിക്കുന്ന ഒരു ഗാനം. ഏത് പാട്ടാ? കണ്ട, ഒരു ആലോചനയില്ല, ചുമ്മാ അങ്ങ് പറയാണ്. എടുത്ത് വീശേരി, നീയല്ലേ പ്ലാൻ ചെയ്തേ? അച്ഛനെ വെച്ചല്ലേ പാട്ട് പാട്. വേണ്ട, ഈ ആലോചന നിർത്ത്. ഞാൻ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോവാ. എന്തായാലും നമുക്കൊരു പണി, ഒരുമിച്ച് ഒരു പാട്ട് പാടി ഈ റാപ്പ് വിളിച്ചൊക്കെ നിർത്താം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ ന്യൂസ് 18 ഫസ്റ്റത്തെ ഓൺ അടിപൊളിയായില്ലേ? തകർത്ത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു പാട്ടിനെ പാടാം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പന കുളം വേണം, ചെന്താമര വേണം, ചന്ദനം വേണം. ആലായ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താണ് ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ യുവാക്കൾക്കൊപ്പം എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കാത്തതിനാൽ ഈ പ്രോഗ്രാം പെട്ടെന്ന് എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വരുന്നു. പിള്ളേരോടും അവിടെ ഡെസ്കിലുണ്ട് കുറേ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ, അവർക്കെല്ലാം വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ വൃദ്ധരും വയസ്സന്മാരായിട്ടുള്ള ഇവരെ പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ന്യൂസ് 18 പ്രേക്ഷകർക്ക് ഹാപ്പി ഓണം. ഈ യുവാക്കൾ ഇനി ന്യൂസ് 18 ഉണ്ടാവും മുഴുവനായും. നമ്മൾ എല്ലാവരും ചേർന്ന് ഇനി മുന്നോട്ട് പോവുകയും ചെയ്യും. സോ ഹാപ്പി ഓണം അഗൈൻ. ബൈ ബൈ.